സംഗീത. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ സംഗീത. ആരും കാണുന്നില്ലല്ലോ, ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാനും നോക്കിയിട്ട് ആരും കണ്ടില്ലല്ലോ, ഞാൻ മാത്രമേ കേറിയിട്ടുള്ളൂ സാർ. അപ്പൊ എല്ലാരും വന്നേ ഉള്ളൂന്ന് തോന്നണം. നമുക്ക് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കാം, നമുക്ക് ആരെങ്കിലും വരുമെന്ന് നോക്കാം. അത് തന്നെ. സാറിന് സുഖാണോ? യെസ്, സുഖമായിട്ടിരിക്കുന്നു. യെസ്, ഓക്കെ. ഏതായാലും നിങ്ങളുടെ ക്ലാസ് ഏതായാലും അവസാനിക്കാനായാലും മാർച്ചോടും കൂടി തീരുമെന്ന് വിചാരിക്കാം അല്ലേ? അതെ, എല്ലാരും കാണുന്നില്ലല്ലോ ഇത്ര. ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. സനീഷ വന്നു. യെസ്, സനീഷ വന്നു. ഞാൻ ആദ്യം കേറിയതാ സാർ. അതാണ് ഓടിപ്പോയത് അല്ലേ? ആരെയും കാണാഞ്ഞപ്പോ പോയി നോക്കി, വീണ്ടും റീജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ വന്നു നോക്കിയപ്പോ ആരുമില്ല. അപ്പൊ ആ ടീച്ചറായിട്ട് ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു വാദിക്കുന്നത്. യെസ്, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരാൾ വന്നു പോയിട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. മിന്നു, വിനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. യെസ്, ഓക്കെ. ഞാൻ മറന്നു പോകും, അതുകൊണ്ട് ഒന്ന് പറയണം. ഇന്ന് വൈകിട്ട് ജിഷ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഔദ്യോഗികമായ അറിയിപ്പ് പുറകിൽ വരും, എന്നാലും ഞാൻ പറയും. കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാവരും കൂടി കുറച്ച് പേര് വരുമ്പോൾ ഒന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് മിന്നു എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മിന്നുവിനെയും വിനീഷയെയും ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി. ഓക്കെ, ഞാൻ ചിലപ്പോൾ മറന്നു പോകും. ജിഷ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ അറിയിപ്പ് പുറകിൽ വരുന്നതാണ്. അനൗദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. സംഗീത, പുതിയ പാട്ടൊന്നും കയ്യിലില്ലേ? അയ്യോ, ഞാൻ പാട്ടൊന്നും പാടാറില്ല സാർ. പാടിക്കൂടെ? ഞാൻ പാട്ട് പാടാറില്ല, ഇതേവരെ ശ്രമിച്ചിട്ടില്ല. അതെ, യെസ്. അപ്പൊ ഈ സംഗീത എന്നുള്ള പേരൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചതേ സംഗീതയുടെ അച്ഛന് സംഗീതത്തിന് ഭയങ്കര താല്പര്യമില്ല, അപ്പൊ അതുകൊണ്ടായിരുന്നു. എന്റെ പേരിട്ടപ്പോ ഞാൻ അറിഞ്ഞില്ല സാർ, ഇല്ല ഞാൻ മാറ്റിയത്. യെസ്, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സാർ, ഞാൻ പാട്ടൊന്നും പാടാറൊന്നുമില്ല. ഞാൻ അങ്ങനെയുള്ള, എനിക്ക് കേൾക്കണത് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ പാട്ടൊന്നും ഞാൻ ഇന്നേവരെ ശ്രമിച്ചിട്ടില്ല. എന്റെ സൗണ്ട് ഒട്ടും കൊള്ളില്ല പാട്ട് പാടാൻ. അതൊക്കെ വെറുതെ എളിമോട് തോന്നണല്ലേ? ടീച്ചർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാടേണ്ടി വരൂല്ലേ, കുട്ടികൾക്ക് പാടി കൊടുത്തിട്ട് വരൂല്ലേ? അപ്പൊ ആ സമയത്ത് പാടേണ്ടി വരൂല്ലേ? അത് ശരിയാ, അതൊക്കെ പാടേണ്ടി വരും, അതും ശരിയാ. എന്നാലും എനിക്കൊരു ഭയങ്കര പേടിയാ, എന്റെ വോയിസ് കൊള്ളില്ല. അപ്പൊ ഞാൻ എന്തിനാ പാടണെന്ന് പറഞ്ഞോണ്ട്. യെസ്, ഓരോ സൗണ്ടിനും ആ സൗണ്ടിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സംഗീതം പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് ഞാൻ 8ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, 8ാം സ്റ്റാൻഡേർഡ്. അപ്പൊ അന്ന് ഞാൻ ഒരു സ്ഥലത്ത് ട്യൂഷൻ പഠിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പരിപാടിക്ക് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടി. അവിടെ അല്ല, വേറെ സ്ഥലത്ത്. പിറ്റേ ദിവസം ട്യൂഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോ ആ ട്യൂഷന് ഞങ്ങളുടെ കൂടെ അന്ന് പഠിച്ചിരുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി, പേര് ഡൈന, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഡൈന വന്ന് എന്നോട് വളരെ സ്നേഹത്തോട് കൂടി പറയും, ജോബ് മേലിൽ പാടരുത്. അപ്പൊ എനിക്ക് തോന്നി അത്രയും ബുദ്ധിമുട്ടായിരുന്നു പാട്ട്, എനിക്ക് മനസ്സിലായി. അപ്പൊ സംഗീതം പറഞ്ഞവർ അന്ന് ഞാൻ പാട്ടുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാനല്ലേ ഞാൻ പാടാണ്ടിരിക്കണേ. യെസ്, പക്ഷേ പെൺകുട്ടികൾക്ക് പൊതുവെ കുറച്ചുകൂടി സോഫ്റ്റ് ആയ ഒരു തൊണ്ടയാണ്. അപ്പൊ അവരുടെ സൗണ്ട് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. ആൺകുട്ടികൾക്കാണ് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ അവരുടെ സൗണ്ട് ഒന്ന് കനക്കും. യെസ്, അപ്പൊ അതുകൊണ്ട് എനിക്കും അങ്ങനെ സംഭവിക്കുന്നത്. സംഗീതം പക്ഷേ എളിമോട്ട് പറഞ്ഞതായിരിക്കും അല്ലേ ജിനു ജോസ്? യെസ് യെസ്. അപ്പൊ ജിനു ജോസ് നേരത്തെ വിനീഷ എല്ലാവരോടും കൂടിയായിട്ട് പറയും, നേരത്തെ പറഞ്ഞത് രണ്ടുപേരോട് വന്നിട്ടില്ലേ? പറഞ്ഞോളൂ വിനീഷ.
ജിഷാമിസിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും ഇന്ന് വൈകിട്ട്. യെസ്, ടൈം ഇന്ന് വല്ലതും വൈകിട്ട് പറഞ്ഞിട്ടുണ്ടോ? ടൈം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സർ? yes. ടൈം എന്തോ എപ്പോഴാന്ന് പറഞ്ഞായിരുന്നോ? ടൈം 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 എപ്പോഴാന്ന് പറഞ്ഞായിരുന്നു? ആയിരിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. 7:30 ആണ്. 7:30. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ആയിരിക്കും എന്ന് തോന്നുന്നു. Okay. കറക്റ്റ് അല്ല, അത് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വരുമ്പോൾ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ജിനുവും എന്തോ അല്ല, സുറുമിയോട് ചോദിക്കായിരുന്നു ഇൻഫർമേഷൻ വന്നോന്ന്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. വന്നു. ഇല്ല, വരും വരും, പുറകിൽ വരും. യെസ്, ഓക്കെ. അപ്പോ ജിഷാമി ടീച്ചറിന്റെ ക്ലാസ് 7:30 ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടെൻസിലേക്കും കടക്കാം. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 12 ടെൻസ് ഫോം ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. പിന്നെ വെർബ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം അത് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പോ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ആ ടെൻസ് ഉദ്ദേശിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് പറയുന്നത്. എന്താ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ സ്വഭാവം, സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കുന്ന പ്രവൃത്തിയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലൂടെ സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു ടെൻസാണ്. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഒരു ഹെഡിങ് എഴുതിക്കും, സിമ്പിൾ പാസ്റ്റ്. SIMPLE, സിമ്പിൾ PAST, പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചറും കൂടി എഴുതിക്കുക. എസ് പ്ലസ് വി എന്നുള്ള വെർബിന്റെ ഷോർട്ട് ഫോം ആണ് വി. ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞു, പിന്നെ വെർബ് എഴുതുകയും ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കണം, വെർബിന്റെ പാസ്റ്റ് ടെൻസ്. പിന്നെ എന്ത് വന്നുള്ളത് നമ്മൾ നോക്കണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിലാണ് സിമ്പിൾ പ്രസന്റ്. ഇവിടെ നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് V1, V2, V3. യെസ്, അത് നമുക്ക് വേറൊരു പേര് കൂടി പറയാം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഗോൺ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ഓഫ് ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ടേക്കൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാസ്റ്റിന്റെ അടിയിൽ വരുന്ന വേർഡുകളിലെ അത് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ വെന്റ് ടു ഡൽഹി, കറക്റ്റ് ആണ്. ഷീ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് ചായ അവൾ ഉണ്ടാക്കി. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്, രാവിലെ ഞാനൊരു കപ്പ് ചായ കുടിച്ചു. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്, ഡ്രാങ്ക് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഐ ഡ്രാങ്ക്, അപ്പൊ സബ്ജക്റ്റ് ആയി വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയി. പിന്നെ സെന്റൻസിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ ചേർത്തത്. എന്ത്, ഒരു കപ്പ് ചായ കുടിച്ചു. യെസ്, ഓക്കെ. അപ്പൊ സബ്ജക്റ്റ് കഴിയുക, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഒരു സ്വഭാവമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഐ ഡ്രിങ്ക് ടീ അല്ല, സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ക്ലാസ്സിലേക്ക് മനസ്സിലാവണം ചായ കുടിക്കുന്നത് സാറിന്റെ സ്വഭാവമാണ്, സ്ഥിരം ചായ കുടിക്കാറുണ്ട്. നേരെ മറിച്ച് ഐ ഡ്രാങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സ്വഭാവമായിട്ടല്ല, ഇന്ന് കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ചായ കുടിച്ചിട്ടുണ്ട്. യെസ്,
അപ്പൊ നമുക്ക് പറയാം സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് കാണിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യം, ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോ 12:13 ഈ 12:13 മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും സിമ്പിൾ പാസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന് രാവിലെ നിങ്ങൾ എന്ത് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. രാവിലെ പിള്ളേരുമായിട്ട് തല്ലുപിടിച്ചു, അതെന്ന് പറയാം ഐ ക്വാറൽഡ് വിത്ത് മൈ ചിൽഡ്രൻ. കുട്ടികളുമായിട്ട് ഞാൻ എന്ത് ചെയ്തു, തല്ലുപിടിച്ചു. അപ്പൊ അവിടെ നിന്നൊരു പാത്രം ഉണ്ടായി, അത് ഞാൻ വലിച്ചെറിഞ്ഞു. ഐ ത്രോ എറിയുക, പാസൻസർ ത്രൂ ദ പ്ലേറ്റ്. ഞാൻ ആ പ്ലേറ്റ് എടുത്ത് എന്ത് ചെയ്തു, വലിച്ചെറിഞ്ഞു. രാവിലെ പാത്രമെല്ലാം കഴുകി, ഐ ക്ലീൻഡ് ദ ഡിഷസ്. സംഭവിച്ചു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതാണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് അത് കാണിക്കുന്നത് ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യം. യെസ്, കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുത്തു. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ അറ്റൻഡഡ് എ മാരേജ് ഫംഗ്ഷൻ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ പോയ സംഭവമല്ലേ. കഴിഞ്ഞ ആഴ്ച എന്നുള്ളതിന് പകരം കഴിഞ്ഞ മാസം പറയാം. അപ്പൊ ആ ലാസ്റ്റ് വീക്കിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് മന്ത് ചേർക്കണം. ലാസ്റ്റ് മന്ത്. യെസ്, അതോട് പ്രത്യേകത. അപ്പൊ ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് വേണം, പിന്നെ വെർബ് വേണം. വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം, അത് വർക്ക് ചെയ്തില്ല, പാസ്റ്റ് ടെൻസ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തോടൊന്ന് നോക്കുക. കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ നിങ്ങൾ ചെയ്ത ഒരു 5 കാര്യങ്ങൾ ഓർത്ത് നോക്കാം. യെസ്, നിങ്ങൾ ചെയ്തത് മാത്രം വിചാരിക്കണ്ട, നിങ്ങളുടെ അമ്മ ചെയ്തതോ, ഭർത്താവ് ചെയ്തതോ, അച്ഛൻ ചെയ്തതോ, മക്കളോ സഹോദരനോ ചെയ്തതോ, അത് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, മൈ ബ്രദർ വെന്റ് ടു ഡൽഹി ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച എന്റെ ബ്രദർ ഡൽഹിക്ക് പോയി. ഗോ പ്രസന്റൻസ്, പാസ്റ്റ് ആണ് വെന്റ് ടു ഡൽഹി. യെസ്, മൈ മദർ സ്ലെപ്റ്റ് വെൽ യെസ്റ്റർഡേ. ഇന്നലെ എന്റെ അമ്മ സുഖമായിട്ട് ഉറങ്ങി. മൈ മദർ, സ്ലീപ്പ് ഉറങ്ങുന്നതിന്റെ പാസ്റ്റ് ആണ് സ്ലെപ്റ്റ്. യെസ്റ്റർഡേ, സാധാരണ രാത്രി അങ്ങനെ ഉറക്കം കുറവാണ്, പക്ഷെ ഇന്നലെ സുഖമായി ഉറങ്ങി. യെസ്, ഐ ഡ്രിങ്കിന്റെ പാസ്റ്റ് എ കപ്പ് ഓഫ് മിൽക്ക് ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ ഒരു കപ്പ് പാല് കുടിച്ചു. ഐ കട്ട് മൈ ഹെയർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എന്റെ മുടി വെട്ടി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഒരു 5 ഐറ്റം കഴിഞ്ഞു പോയ സംഭവിക്കും, വരാൻ പോകുന്ന ആവരുത്. അതിൽ മാത്രമേ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന പാസ്റ്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5 ഐറ്റം നിങ്ങൾക്ക് രസകരമായിട്ട് ആലോചിച്ച് നോക്കാം കേട്ടോ. യെസ്, അപ്പോ വൈകി വന്നവരോട് ഒന്നുകൂടി പറയാണ്, ഇന്ന് വൈകിട്ട് 7:30 ജിഷ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിച്ചുകൊള്ളു. യെസ്, ഇനിയും ഞാൻ പറയുന്നില്ല, കാരണം ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഗീതയും പരീക്ഷയൊക്കെ ഇടയിൽ കാരണം എന്താണ്, ഇപ്പൊ വന്നപ്പോ തുടങ്ങി സാധനം തന്നെയാണല്ലോ പറയുന്നത് പേര്. യെസ്, ഓക്കെ 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 സംഗീത പറഞ്ഞോളൂ. സംഗീത ഒരു 5 ഐറ്റം പറഞ്ഞു. സംഗീത സ്ഥിരം ചെയ്യുന്നതല്ല, കഴിഞ്ഞ ആഴ്ചകളിലോ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചെയ്ത ഒരു 5 ഐറ്റം പറഞ്ഞു. മക്കള് ചെയ്തതാവാം, അതൊക്കെ പാസ്റ്റൻസ് ആവും. പറഞ്ഞു. അത് കഴിഞ്ഞാൽ സനീഷിനോട് വരട്ടോ. സനീഷ നോക്കി വരും. I went to Thrissur at last. എന്താണ് പോയത്? I went to Thrissur. I went to Thrissur at last Tuesday. Correct ആണോ സർ? തൃശ്ശൂർ കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് പിടികിട്ടിയില്ല. അറ്റ് ലാസ്റ്റ് ട്യൂസ്ഡേ എന്നാണ് ഞാൻ പറഞ്ഞത്, ശരിയാണോ സർ? അറ്റ് വേണ്ട, ലാസ്റ്റ് ഡേ അറ്റ് കളഞ്ഞു. ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
I went Yes, to Thrissur last Tuesday. അതാണ് എന്താണ് ഉദ്ദേശിച്ചത്. സർ? ലാസ്റ്റ് ട്യൂസ്ഡേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. Last- ശരിയാണോ സർ? ശരി. വെരി ഗുഡ്. ഓക്കെ. ലാസ്റ്റ് ട്യൂസ്ഡേ. കഴിഞ്ഞ ട്യൂസ്ഡേ. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞു. My brother went to Singapore last Saturday. Yes. My brother went to Singapore last Saturday. Yes. My daughter bought a saree at last week. Last week. Last week. My daughter bought a saree last week. കഴിഞ്ഞ ആഴ്ച എന്റെ മകൾ എന്ത് ചെയ്തു? പുതിയൊരു സാരി വാങ്ങി. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ബാക്കി നമുക്ക് ആലോചിക്കാന്നേ. രാവിലെ എന്താ ഫുഡ് റെഡിയാക്കിയത്? ഇന്ന് ഫുഡ് പുറത്താണ് കഴിച്ചത് സർ. Yes, I ate lunch. I eat the persons. Okay. Eat അല്ല, eat persons ആണ്. അതിന്റെ persons പറയും. Eat. I eat for breakfast the hotel. Correct ആണോ സർ? Yes. അതെ, ലാസ്റ്റ് ക്ലിയർ. I ate breakfast at hotel restaurant. അപ്പൊ ഓക്കെ റെഡി. പോട്ടെ. ഇതിലെ തുണിയൊക്കെ അലക്കിയില്ലേ? അതൊന്ന് പറഞ്ഞേ. I washed my clothes yesterday. Yes, I washed my clothes yesterday. Yes, I washed my clothes yesterday. ശരിയാണ്. Okay. Very good. I cleaned my house yesterday. Yesterday. മുറിയെല്ലാം ഇന്നലെ വൃത്തിയായി. Correct. Yes. I went to temple yesterday. Yes. I went to temple yesterday. Yesterday. Yes. അപ്പൊ സാർ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി എന്നുള്ളതിന് എന്താ പറയാ? ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി എന്ന് പറയാം. In the morning. I went to temple in the morning. Yes. Okay. സംഗീത. Very good. സംഗീതത്തിന് പടപെടാന്നെങ്കിലും വന്നു. 3 കഴിഞ്ഞപ്പോൾ പിടുത്തം. നമ്മളെ പ്രിപ്പയർ ചെയ്ത് പോയതായിരുന്നു. പ്രിപ്പയർ ചെയ്യേണ്ട നമുക്ക് ഇങ്ങോട്ട് വരാം. ഫ്ലോ ആയിട്ട്. യെസ്, ഓക്കെ, നോ പ്രോബ്ലം. വരും. ഡോണ്ട് വറി. എന്താ പറഞ്ഞേ? ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഓക്കെ. We planned a trip last week. Very good. We planned a trip last week. Okay. Very good. We went to Vismaya water theme park day before yesterday. Yes. Very good. We reached there 11:30. Yes, very good. We all enjoyed the trip very well. Very good. Okay. We returned there at 5:30. We returned to home at 5:30. Okay, correct. My brother asked me the review of family trip. Yes. Very good. My brother asked me the review. Asked. The persons are asked. Asked me the review of family trip. I gave a beautiful review because we enjoyed very well. Yes. Give. കൊടുക്കുക. persons are give. I gave a beautiful. Yes. Okay. That's all. ഒരു കഴിഞ്ഞ ഓക്കെ. അപ്പൊ റാസ്മില ഒരു ട്രിപ്പ് പോയ കേസാണ് പറഞ്ഞത്. അത് അതിനുമായിട്ട് പറയാം. കാരണം അത് പോയി കഴിഞ്ഞു പോയ സംഭവമല്ലേ. കഴിഞ്ഞു പോയ സംഭവങ്ങളാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് വെച്ചോ. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ നിങ്ങൾ ചെല്ലും.
I attended a birthday function. അവിടെ വെച്ച് ആരെ കണ്ടു? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെ കണ്ടു. അപ്പൊ അത് പറയാം, I saw one of my close friends. എന്റെ ഒരു സുഹൃത്തെ കണ്ടു. ഞങ്ങൾ ഒരു 2 മണിക്കൂർ സംസാരിച്ചു. We talked for 2 hours. ഞങ്ങൾ 2 മണിക്കൂർ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു? ഫുഡ് കഴിച്ചു. We ate the food. ഞങ്ങൾ ഫുഡ് കഴിച്ചു. After that, we went to ഇഷ്ടംപോലെ പറയാലോ, നിങ്ങൾ ഫംഗ്ഷനെ പറഞ്ഞാൽ എല്ലാം പറയാം. അത് ഓൾറെഡി ഹാപ്പൻ. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ കാണിച്ചില്ല. സനീഷ വരൂ. ഞാൻ മകള് കരഞ്ഞതായിരുന്നു. ഓക്കെ 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 എന്നാ വാവരെ നോക്കിക്കോളും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. വിനീഷ പറഞ്ഞോളൂ. പറയട്ടെ. പറഞ്ഞോളൂ. I prepared biryani in yesterday. In വേണ്ട, yesterday. I prepared biryani yesterday. Yesterday. I drank a cup of milk yesterday. ഇത് വെറുതെ പറഞ്ഞതാണോ അല്ലെങ്കിൽ ശരിക്കും ഉണ്ടാക്കിയതാണോ വിനീഷ? ചെറുതായിട്ടൊക്കെ വീട്ടിൽ പോയി ഉണ്ടാക്കും. കുക്കർ ബിരിയാണി ഉണ്ടാക്കും. Okay, 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 okay. Very good, very good. I drank a cup of milk yesterday. I drank a cup of milk. I went to the school with my daughter yesterday. Yes, I went to school with my daughter. I wrote a novel last week. Oh, very good. I write it. And a person wrote. I wrote a novel last week. I saw the dentist twice in last week. Yes. Listen. I saw the dentist twice last week. Last week. കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം ഞാൻ ഡെന്റിസ്റ്റിനെ കണ്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. I cleaned my surroundings in the last month. Yes. ഇന്ന് വേണ്ട, ലാസ്റ്റ് മന്ത്. I cleaned my surroundings last month. ചുറ്റുപാടൊക്കെ ഒന്ന് കഴിഞ്ഞ മാസം വൃത്തിയാക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്. Thank you, sir. Oh, very good, very good. Okay. ബിനിഷ, വെരി ഗുഡ്. വെറൈറ്റി ഉണ്ടായിരുന്നു. ടോയ്സിന്റെ മത്തൊക്കെ കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ആയിരിക്കണം. വെറൈറ്റി പിടിച്ചു. നിങ്ങളിപ്പോ എഴുതി വെച്ചേക്കണില്ലേ? അതിൽ 1-2 അങ്ങോട്ട് ചേർക്ക്. നമ്മുടെ ക്രിയേറ്റിവിറ്റി ലോകം ഒന്ന് അറിയട്ടെ. സുറുമി, ഒരു സുറുമി 5 സെന്റൻസ് പറഞ്ഞു. Okay, sir. My husband visited Kashmir before few months with his friends. Yes, very good, very good. Then I prepared boost milkshake yesterday. yes, very good. I traveled to Palakkad last week. Yes. My father visited me yesterday with 1 pack of Madakku and Madhur Seva. Oh, okay. My father visited me with Madak and Madhur Seva. രണ്ടും മധുരമുള്ള ഐറ്റമാണ്. ഓക്കെ ഓക്കെ, അത് പോരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 3 ജീവിതത്തിൽ നിർത്താൻ മതില്ലേ? അല്ലാണ്ട് ഇന്റർനാഷണൽ പോകണ്ട. ഓക്കെ, പോരട്ടെ. യെസ്. ഞങ്ങൾക്ക് മനസ്സിലായിട്ട് സുറുമിയുടെ അച്ഛൻ വരുന്നത്, കയ്യിലൊരു പൊതി ഇരിക്കുന്നത്, ആ പൊതിനുള്ളില് മടക്കിയിരിക്കുന്നത്, മധുര സേവ ഇരിക്കുന്നതൊക്കെ ഞങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട്. അല്ലേ ദൃശ്യം? യെസ്. മടക്ക് തീർന്നു. തീർത്തു. Okay, സുറുമി കണ്ടിന്യൂ. My husband brought 1 pack of fertilizer for my garden yesterday. Yes, very good. I went for a Vagabond trip 1 week ago. We enjoyed it. Very good, very good. Then. Okay, sir. Finished. Very good, very good. Survey set. Very good. Thank you, sir. Very good, very good. ജിനുവിന്റെ കയ്യിലിരിക്കുന്ന എന്താ പറയാ, ഇത് നിങ്ങളുടെ ഓപ്പൺ ആക്കി പോരട്ടെ, വെറൈറ്റി പോരട്ടെ. തെറ്റെനിക്ക് പറയണം കേട്ടോ. Yes, okay. My mother went to ആലപ്പുഴ yesterday. My mother went to ആലപ്പുഴ yesterday. അതാണ് ഉദ്ദേശിച്ചത്. Yes, correct. Very good, very good. My children cut hair yesterday. My children cut hair. Correct. ഈ കട്ട് എന്ന് പറയുന്ന വാക്ക് പ്രസന്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്.
അപ്പൊ ജിനു ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് കറക്റ്റ് മനസ്സിലായി. കാരണം ജിനു ബുദ്ധിപൂർവ്വം അതിന്റെ അകത്തൊരു എസ്റ്റർഡേ കൊണ്ടുവച്ചത്. അപ്പൊ മനസ്സിലായി ഇത് എസ്റ്റർഡേ ഇന്നലെ കട്ട് ചെയ്തായി. യെസ്, വെരി ഗുഡ്. I drank cup of tea. യെസ്, ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ അറ്റ് 6 o'clock. ഞാനൊരു ഭംഗി ഭംഗി പറ്റിച്ചത് 6 മണിക്ക് ഒരു കപ്പ് ചായ കുടിച്ചു. യെസ്, ഓക്കെ. I attended baptism last Monday. ഐ അറ്റൻഡഡ് Baptism. മാമോദിസ പറയുന്നത്. യെസ്, ഐ അറ്റൻഡഡ് ബാപ്റ്റിസം ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, മാമോദീസ. മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. I went to the children yesterday. ഇന്നലെ മോന് സ്കൂളിൽ ഉദ്ദേശിച്ചത് ജിനു സ്കൂളിൽ വിട്ട് വിടാൻ സ്കൂളിൽ കൊണ്ടുപോയി മോന് സ്കൂളിൽ അപ്പൊ പറഞ്ഞാൽ മതി. സ്കൂളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി. ഐ വെന്റ് ടു സ്കൂൾ, കുട്ടിയുടെ ഒപ്പം, വിത്ത് ചൈൽഡ്. ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ചൈൽഡ് എന്നുള്ളൊരു പകരം ചിൽഡ്രൻ ആക്കിയോ. ഐ വെന്റ് ടു സ്കൂൾ വിത്ത് ചിൽഡ്രൻ. ഓക്കെ. I prepared the good food yesterday. യെസ്, ഐ പ്രിപ്പയർഡ് ഗുഡ് ഫുഡ് യെസ്റ്റർഡേ. വെരി ഗുഡ്. എന്തല്ലേ കഴിഞ്ഞു സർ. ആ ഗുഡ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഗുഡ് മാറ്റിയിട്ടേ നല്ല വേറൊരു വാക്ക് വെച്ചു കൊടുക്കാൻ. ഐ പ്രിപ്പയർഡ് ഡെലീഷ്യസ് ഫുഡ് യെസ്റ്റർഡേ. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി. ഐ പ്രിപ്പയർഡ് ആ ഡെലീഷ്യസ് മാറ്റിയിട്ട് വേറെ വാക്ക് വയ്ക്കും. ഐ പ്രിപ്പയർഡ് ടേസ്റ്റി ഫുഡ് യെസ്റ്റർഡേ. യെസ്, വിച്ച് ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ് എൻജോയ്ഡ്. എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അത് ആസ്വദിച്ചു. നമുക്ക് ആഡ് ചെയ്ത് കേട്ടാം. ഓക്കെ ജിനു, വെരി ഗുഡ്. ലിനി, ലിനിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മാന്ത്രിക വടി അങ്ങോട്ട് ഓപ്പൺ ആക്കും. Yes, sir. യെസ്. Good afternoon, sir. Last week I went to see the flower show at Thrissur. Yes, last week I went to see the flower show. Very good. Last week my husband went for a trip to Wayanad. Yes. Last week my husband went for a trip, correct? 2 weeks back I went to Bangalore Yes, very good, correct. to attend my sister's son's baptism. Yes. Okay. I visited all my family members. Yes. I had nice mutton biryani and many variety of foods and paisam. Yes. Then we took many memorable photos Yes. and happily came back to my native that night Yes. with my brother. Yes. Okay, sir. Okay. നോക്കിയേ, ബാംഗ്ലൂർ പോയിട്ട് ഇനി തിരിച്ചു വന്നു. അപ്പൊ അവിടെ നടന്ന എല്ലാ സംഭവവും, ബാംഗ്ലൂർ പോയത് 2 weeks ബിഫോർ അല്ലേ, അപ്പൊ കഴിഞ്ഞു പോയ സംഭവം അല്ലേ, കറക്റ്റ് ആയിട്ട് അന്ന് നടന്ന സംഭവം പറഞ്ഞാൽ മതി. സിമ്പിൾ ഫാസ്റ്റ്. വെരി ഗുഡ് ലിനി. യെസ്, ഓക്കെ. വെറൈറ്റി ഉണ്ട്. വെരി ഗുഡ്. ഉമൈറ. Yes, sir. പറഞ്ഞോളൂ. My family, I went on a trip to Thrissur last week. ഓക്കെ. വെരി ഗുഡ്. തൃശ്ശൂർ. പിന്നെ I reached yesterday night. പറ്റിയോന്ന് അറിയില്ല. യെസ്, ഐ റീച്ച്ഡ് യെസ്റ്റർഡേ നൈറ്റ്. ഇന്നലെ രാത്രിയാണ് എത്തി. ഓക്കെ. I saw him last Sunday. ഹിം എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? എന്റെ മക്കളെ അങ്ങനെ ഉദ്ദേശിക്കാം. അപ്പൊ ഹിം എന്നുള്ളതിന് പകരം ചിൽഡ്രൻ ആക്കിക്കോ. ഓക്കെ. ഐ സോ മൈ ചിൽഡ്രൻ. ഹിം മാറ്റിയിട്ട് ആദ്യം നമുക്ക് പ്രാവശ്യം പേര് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോഴാണ് ഹിം ഒക്കെ പറയാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ പറഞ്ഞ പ്രോനൗൺ എന്നാണ്. രാമൻ വന്നു, രാമൻ പോയി, രാമൻ എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം രാമൻ വഴി പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ചിൽഡ്രൻ ആക്കിക്കും. യെസ്, ചിൽഡ്രൻ. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ I have seen that cinema. I have seen That cinema. Yes, I have seen എന്നുള്ളതിന് പകരം I saw എന്നാക്കിക്കോ. See present tense ആണ്, past tense ആണ് saw. I saw cinema. Okay.
My phone ഏത് സിനിമയാണ് കണ്ടത്? സർവമായ. സർവമായ സിനിമ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, എന്റെ അനിയന് അതില് ഇതുണ്ട്, അഭിനയിക്കുന്നുണ്ട് സാർ. നമ്മള് വിചാരിച്ച പോലെ ഒന്നുമല്ല ഉമൈറയുടെ ബ്രദർ അതിന്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഈ സർവമായ കണ്ട വേറെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് സാർ, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് റോളിലാണ് വന്നിരിക്കുന്നത് ഉമൈറ? ഉമൈറ പറഞ്ഞോളൂ. യെസ്, ഒരു ഹോട്ടലില് ഒരു ജോലി ചെയ്യുന്ന ആളായിട്ടാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സപ്ലൈ ചെയ്യുന്നു. 4ാമത്തെ സിനിമയാണ് സാർ. അതെ, വെരി ഗുഡ്. അപ്പൊ ആ 4 സിനിമകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഇത് അവാർഡ് കിട്ടിയത് ഞാൻ പ്രകാശൻ. ഓ യെസ്, ഗുഡ്. പിന്നെ ഓട്ടോറിക്ഷ. യെസ്, 2. ഇപ്പൊ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നിക്കണുണ്ട്, നെജിസ് പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ കഴിഞ്ഞിട്ട് നിക്കണ്ട്. യെസ്. ഇപ്പൊ 4ാമത്തെയാണ് സർവമായ. യെസ്. നിങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ മക്കളെ? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ റേഞ്ച് ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഉമേറ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ. ജിനോട് പറഞ്ഞിട്ടുണ്ടല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. ഗ്രൂപ്പിൽ അതിന്റെ ക്ലിപ്സ് ഇട്ടിട്ടുണ്ട്, നമ്മളൊക്കെ കണ്ടിരുന്നോ? അതിന്റെ ഒരു അഹങ്കാരം ഞങ്ങൾക്കുണ്ട് സാർ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സലീം കുമാറിന്റെ കൂടെ പഠിച്ച സാറിനെ ഞാൻ പറയാറുണ്ട് ഇവിടെ. സലീം കുമാറിന്റെ ക്ലാസ്മേറ്റ് ആണ് സാറിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വീട്ടില്. അതെ, ഞങ്ങൾ ചാൻസ് ആണല്ലോ. ക്ലാസ്മേറ്റ് അല്ല, ഓരോ കണ്ടംപററിയാണ്. ക്ലാസ്മേറ്റ് അല്ല, എന്നെക്കാളും 2 വർഷത്തെ 3 വർഷത്തെ ജൂനിയർ ആയിട്ടുള്ള പുള്ളി. കാരണം പുള്ളി പ്രീ ഡിഗ്രിക്കും ഞാൻ ഡിഗ്രിക്കും ആയിരുന്നു ആ സമയത്ത് പഠിച്ചിട്ട്. യെസ് സാർ, ഞങ്ങള് ചാൻസ് ചാൻസ് വെച്ചിട്ടേ ഉമ്മേരന്റെ അടുത്തേക്കല്ലോ. എനിക്ക് അവൻ 1ാം ക്ലാസ് മുതലേ നാടകത്തിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഫേമസ് ആയതാ. മികച്ച നടനായിട്ട് കലോത്സവത്തിലൊക്കെ അങ്ങനെ ഇതായതാ. ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് കലോത്സവത്തിൽ അവന്റെ നാടകത്തിനാണ് ഫസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ മെയിൻ റോളിലൊക്കെ പിന്നീട് നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയാണ്. യെസ്. അപ്പോ ഉമേറക്കും അത് വളരെ സന്തോഷമല്ലേ? എന്റെ ബ്രദർ. അതിലും കൂടുതലാ സാർ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും. അവരെല്ലാവരും ഇങ്ങനെ വന്ന് പറയുമ്പോ നിങ്ങളുടെ മോനെ കണ്ടു എന്ന് പറയുമ്പോ ഭയങ്കര അവരതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങള് ഈ പറയുന്ന സന്തോഷം ഉമേറയുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അവർക്ക് ഉള്ളതിനൊക്കെ കൂടുതൽ സന്തോഷം ഉമേറയുടെ വാക്കുകളിൽ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ചെറിയ ചെറിയ റോഡുകളിലൂടെ വന്ന് പ്രശസ്തനായിട്ട് മാറട്ടെ. ഏതെങ്കിലും ഒരു നല്ലൊരു ഡയറക്ടർ. ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂല് ഈ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗ്, അത് ഈ നമ്മുടെ ഇന്ദ്രൻസിനെ കുറിച്ച്. പണ്ട് ഇന്ദ്രൻസ് ശരീരം കൊണ്ടാണ് അത്ഭുതപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ ഇന്ദ്രൻസ് അഭിനയം കൊണ്ടാണ് അത്ഭുതപ്പെടുത്തുന്നത് പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞു. യെസ് അല്ലെ? ഇതേപോലുള്ള ഒരാൾ ഇങ്ങനെ ഇതേപോലെ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു അവസരം കിട്ടിയാലുണ്ടല്ലോ, അവര് അതിൽ നിന്ന് അങ്ങനെ കയറി വരും, വേറെ ലെവലാണ്. അത് പിന്നെ അവരെ കളയാണ്ട് അത് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അഹങ്കാരമൊന്നും ഇല്ലാണ്ട് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട്. അതാണ് എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഒരു ചാൻസ് തരും, രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഈശ്വരൻ ഒരു ചാൻസ് ഇട്ടുള്ളൂ. നമ്മളത് ഉപയോഗിക്കാതെ ഇരിക്കുന്നത് കഴിയുമ്പോഴാണ് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നത്. ചില ആൾക്കാർ കറക്റ്റായിട്ട് അത് കയറിയാണ്ട് പോകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. യെസ്, നമ്മുടെ ഈ യുവജനോത്സവമൊക്കെ നടക്കുമ്പോഴേ ചില സംവിധായകരൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിർത്തും. എന്റെ വേണ്ടിയിട്ടെന്നറിയാം, അവരുടെ സിനിമയിലേക്കുള്ള അടുത്ത നായകൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ
നമ്മുടെ ഇപ്പൊ ഈ നാടകത്തിന്റെ കേസ് ഇപ്പൊ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ശിവജി ഗുരുവായൂർ എന്ന് പറഞ്ഞ സിനിമ നടൻ. അപ്പോ ഇദ്ദേഹം തന്നെ ഒരു സംഭാഷണ മധ്യത്തില് പറഞ്ഞതാണ്, അതായത് ഒരു സ്ഥലത്ത് ഒരു സ്റ്റേജില് ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കും. ആ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ആ അവാർഡ് ഫംഗ്ഷൻ സ്റ്റേജില് ലാൽ ജോസ് എന്ന് പറഞ്ഞ ഡയറക്ടർ അവാർഡ് ഫംഗ്ഷൻ ഇവിടെ വന്നത്. അപ്പൊ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി കയറി വന്ന ഒരാളാണ് ഈ ശിവജി ഗുരുവായൂർ എന്ന് പറയുന്ന സിനിമ നടൻ. പുള്ളിയുടെ ആ വരവും പുള്ളിയുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇയാളുടെ മനസ്സിലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, അതിന് പറ്റിയ ഒരാളായിട്ട് ഈ പുള്ളിനെ തോന്നി. അങ്ങനെയാണ് ആദ്യത്തെ ഒരു സിനിമയിലേക്ക് പുള്ളിനെടുക്കുന്നത്. ഇപ്പോൾ ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, ശ്രീനിവാസൻ ക്യൂബയിലൊക്കെ പോയി താമസിക്കുന്ന സിനിമ, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ പോകുന്ന ഒരു സിനിമ, ഒരു അറബി കഥ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് സിനിമ. യെസ്, ഇദ്ദേഹത്തിന്റെ 100ാമത്തെ സിനിമയുടെ സെലിബ്രേഷൻ, 100 സിനിമയുടെ സെലിബ്രേഷൻ നമ്മുടെ ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചപ്പോ ആ പരിപാടിക്ക് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്ന അതിന്റെ ഒരു ക്ഷണം. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പുള്ളി ഈ സംഭവം വെച്ച് പറഞ്ഞായിരുന്നു. യെസ്, അപ്പൊ നോക്കി ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്ന ഒരു ഘടകങ്ങൾ. യെസ്, അപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. 1964 67 ഒരു പാട്ട് പാടുക, അന്നത്തെ പ്രശസ്തരായ ഒരു ഗായകന്റെ ഒരു പാട്ട് പാടുക. അപ്പൊ പാട്ട് പാടാനായിട്ട് പുള്ളി വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കരമായ പനി. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് പാടാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഉദയഭാനുള്ള അന്നത്തെ ഏറ്റവും മികച്ച പാട്ടുകാരൻ ഉദയഭാനും സ്റ്റുഡിയോയിൽ റെഡിയായിട്ട് നോക്കിയിട്ട് പനി ആയതുകൊണ്ട് പാടാൻ പറ്റുന്നില്ല. 1-2 പ്രാവശ്യം പാടി നോക്കി റെഡിയായില്ല. ഇന്നത്തേത് പോലുള്ള സാങ്കേതിക വിദ്യ അന്നില്ല. അപ്പൊ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഹാർമോണിസ്റ്റ് വന്നില്ലെങ്കിൽ നാളെ വന്നാലും മതി, എന്നിട്ട് അത് അയാൾ വായിച്ചിട്ട് അതങ്ങനെ മിക്സ് ചെയ്ത് കേൾക്കാം. പക്ഷെ വർഷങ്ങൾക്കും വന്നില്ല, എല്ലാവരും വന്നു. ഇപ്പൊ എല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് അത് പാട്ട് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പുറത്ത് ചാൻസ് ഒക്കെ ചോദിച്ചു നടക്കുന്ന ഒരു പയ്യനുണ്ട്. അന്ന് ആ പയ്യനെ കൊണ്ട് പാടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പയ്യനോട് പറഞ്ഞു, വന്ന് പാടാൻ പറഞ്ഞു. അപ്പൊ പയ്യൻ പറഞ്ഞു, ഞാൻ പാടില്ല, കാരണം ഞാനിങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ചു നടക്കുന്ന മനുഷ്യൻ, അത് വലിയ പ്രശസ്തനായ ഒരാൾ പാടാനായിട്ട് വന്നിരുന്ന പാട്ടാണ്. അപ്പൊ അത് ഞാൻ പാടൂല, ഞാനില്ല എന്ന് പറഞ്ഞു പുള്ളി അങ്ങോട്ട് പോയി. അപ്പോ ഈ പ്രശസ്തനായിട്ടുള്ള ഉദയഭാനു വന്ന പയ്യനോട് പറഞ്ഞു, മോനെ നീ അത് പാടി കൊടുത്തു, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ. അതാണ് റോസി എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെന്ന് അരക്കി വെള്ളം എന്ന പാട്ട്. അന്ന് ആ പുറത്തു നിന്ന പയ്യന്റെ പേരാണ് KJ യേശുദാസ്. പിന്നെ പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. യെസ്, പിന്നെ അവിടെ നിന്ന് പുള്ളി തിരിഞ്ഞു നോക്കിയിട്ടില്ല, കാരണം പിന്നെ അങ്ങോട്ട് കയറി പോയി. യെസ്, ചില കാര്യങ്ങള് എന്തായിട്ട് വരും, ഒരു നിമിത്തമായിട്ട് കയറി വരും ഭയങ്കരമായിട്ട്. കറക്റ്റ് ടൈമില് കൃത്യമായിട്ട് വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാം. പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പൊ പിന്നെ വിളിച്ചോളൂ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് പോകും. അപ്പൊ അന്ന് ഞങ്ങള് കുറെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു ടെമ്പോ ട്രാവലിൽ അതിരപ്പള്ളി വാഴച്ചേര കാണാൻ വേണ്ടി പോവുകയാണ്. 5 ടീച്ചർമാരുണ്ട്, പിന്നെ ഞാനുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് അതിരപ്പള്ളി ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും. ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. ആ ഷൂട്ടിങ്ങിന് അഭിനയിക്കുന്നത് മിഥുൻ ചക്രവർത്തി എന്ന് പറയുന്ന നടനാണ്, പഴയകാല നടനാണ്. അന്ന് അതിന് ചെറുപ്പമാണ്. അയാമേ ഡിസ്കോ ഡൈനസർ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി അഭിനയിച്ചേക്കുന്ന പുള്ളിയാണ്. അതൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ കാണാം. അപ്പൊ പുള്ളി അഭിനയിക്കുന്ന ഒരു സിനിമ ഇട്ടിയാനി ഭാഗത്ത്, അതിരപ്പള്ളി കഴിഞ്ഞ് കുറച്ചങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്റ്റെൻഡ് സീനൊക്കെയാണ്. അപ്പൊ അന്ന് ഷൂട്ടിംഗ് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറെ നേരം നോക്കിയത്. അപ്പൊ പിള്ളേര് പറഞ്ഞു, നമുക്ക് വെള്ളച്ചാട്ടവും കാണണ്ട, ഒന്നും കാണണ്ട, നമുക്കിത് തന്നെ കണ്ടാൽ മതി, ഈ ഷൂട്ടിംഗ് കണ്ടാൽ മതി വൈകുന്നേരം വരെ എന്ന് പറയും. കാരണം അന്ന് കാണാം, ഇന്നിപ്പോ കോമൺ ആണ്, അന്ന് ഇല്ല. ഞാനീ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ് ഞാനീ പറഞ്ഞത്. യെസ്, അപ്പോ എന്നാലും ഞാൻ പറഞ്ഞ നമുക്ക് വെള്ളച്ചാട്ടം കണ്ടോന്നൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ തപ്പി പിടിച്ച് അതിരപ്പള്ളി വാഴച്ചാലി ഷോളയിലൊക്കെ പോയി അങ്ങ് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി.
അപ്പോഴും ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല. കുറച്ചു നേരം നോക്കി കഴിഞ്ഞിട്ട് ചെറിയൊരു മഴയുണ്ട്. ഒരു സെപ്റ്റംബർ മാസം വന്നിട്ടൊരു ഓർമ്മ, ഓണത്തിനടുത്ത്. അപ്പൊ തിരിച്ചിങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഇവിടെ വല്ല സ്ഥലത്തും ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്ന് ഷൂട്ടിംഗ് ആണ് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വെറുതെ ഇങ്ങനെ വിചാരിക്കും. എനിക്ക് ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടി ചാലക്കുടിയിൽ വന്ന് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടുത്തെ ഓഫീസറിനോട് പറഞ്ഞു, ശമ്പളം ഇവിടെ നിന്നാണ്, പക്ഷെ ജോലി അതിരപ്പള്ളിയിലാണ്, അവിടെ പോയി ജോലി, അവിടെയാണ് ജോലി. യെസ്. പിന്നെ ഞാൻ അതിരപ്പള്ളിയില് മുറിയെടുത്ത് അതിരപ്പള്ളിയിൽ താമസിക്കുന്നു. യെസ്. പിന്നെ അവിടെ നടക്കുന്ന എല്ലാ ഷൂട്ടിംഗ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കും, വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇവിടെ വരണമെന്ന്. പക്ഷെ കറക്റ്റ് ആയിട്ട് ദൈവം നമ്മൾ അവിടെ തന്നെ കൊണ്ടത്. ആദ്യമായിട്ട് കിട്ടിയ ജോലി ഞാൻ അവിടെ തന്നെ. വീണ്ടും ഞാൻ വളരെ അധികാരത്തോടു കൂടിയിട്ട് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ചില ആ ജോലിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പണ്ട് ഇവിടെ വന്ന് നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ചിലപ്പോൾ അവർ നമുക്ക് ഫെസിലിറ്റി തരും. കാരണം അത് ഞാൻ പറയുന്നത്, ഇത് വാട്ട് ഈസ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ചില കാര്യങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് വന്നു വീഴും, കൃത്യമായിട്ടുണ്ടല്ല, ഒരു അണയുടെ പോലും മാറാണ്ട് കറക്റ്റ് അടിച്ചു നടക്കും. അപ്പൊ ഞാനിപ്പോ നേരത്തെ നമ്മുടെ ഉമൈറ പറഞ്ഞ പോലെ വിജയങ്ങളൊക്കെ കാത്തിരിപ്പുണ്ടാവും. നമ്മൾ നോക്കിയേ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കാണുമ്പോൾ അതിന്റെ അകത്ത് നായകൻ ശങ്കറാണ്, വില്ലനാണ് മോഹൻലാൽ. അഭിമന്യു എന്ന് പറഞ്ഞ സിനിമ വീണ്ടും നമ്മൾ കണ്ടപ്പോ അതിന്റെ അകത്ത് നായകൻ മോഹൻലാലാണ്, അതിന്റെ അകത്ത് ചെറിയൊരു വേഷത്തിൽ വന്നു പോകുന്ന ശങ്കർ. യെസ്. അപ്പൊ ഒന്ന് മറിഞ്ഞു വീഴാനും തിരിഞ്ഞു വീഴാനും അധികം സമയമൊന്നും വേണ്ട. യെസ്. ജീവിതമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ പലതും കാണും, പ്രതീക്ഷിക്കുന്നത് പലതും കാണുകയില്ല. യെസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് എന്താ പറയാ, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഒരവസരം ദൈവം നിങ്ങളുടെ നേരെ വെച്ച് നിൽക്കും. യെസ്. രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒരു അവസരം തരും. അതൊരു പക്ഷേ ഈ പറഞ്ഞ കലാപരം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു ജോലിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ബന്ധമായിട്ടായിരിക്കാം, അങ്ങനെ പലതും തരും. ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും നമ്മൾ അങ്ങനെ കയറി വരുന്നത്. യെസ്. അങ്ങനെ കയറി വന്നിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. യെസ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മേരി ദൃശ്യ പറയൂ. മേരി ദൃശ്യ, മേരി ദൃശ്യ സിമ്പിൾ ഫസ്റ്റ് സെന്റൻസ് പറയട്ടെ സർ. യെസ്, ധൈര്യമായിട്ട് പറഞ്ഞു. We attended marriage reception last Sunday. Very good. Very good. I wrote a novel yesterday. Yes. Okay. I watched a movie last night. Yes. Okay. What was the name of the movie? Sarvamaya. Sarvamaya. Yes. Okay. അതിനകത്ത് നമ്മുടെ ഉമ്മയുടെ സഹോദരനെ കണ്ടോ? ഞാൻ കണ്ടു. അത് ഉമ്മയുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. സർ, പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഈ സംഭവം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി സമയമുണ്ടല്ലേ? ഇനി പേടിക്കണ്ട, സമയമുണ്ട്. ഓക്കെ, ഓക്കെ. മേരി ദൃശ്യ, യു കണ്ടി. I prepared mango pickle last week. Okay, I very good. went to the store yesterday. Yes. My husband brought a shirt last week. Yes. Yesterday I prepared banana milkshake for my children. Okay, very good, very good, very good. Okay, very good. And variety ഉണ്ട്. ആ വീട് വിട്ടു പോയിട്ടില്ല മേരി. അവിടെ കിടന്നിട്ടുള്ള കടിയാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. Yes, very good, very good. കിച്ചൺ ആ വരാന്ത വിട്ടിട്ട് പുറത്തോട്ട് പോയിട്ടില്ല. യെസ്. ഓക്കെ. റംസീന പറഞ്ഞോളൂ. റംസീന. I took my bag in the bus. Yes. I saw a beautiful dreams last sleep. Okay, okay. Correct sentence ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം. I saw a dream last, beautiful dream. നല്ലൊരു സ്വപ്നം കണ്ടു. അത് കറക്റ്റ് ആണ്. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോ ആ സോ എന്ന് പറയുന്നതാണ് പറയുന്നത്. ആ സോ എന്നുള്ളതിന് പകരം ഹാഡ് ഉപയോഗിക്കണം. I had a dream yesterday. ഇതാണ് കറക്റ്റ്. നമ്മളെല്ലാവരും പറയും ഐ സോ എ ഡ്രീം എന്ന് പറയും. സോ പറയുന്നത് ഐ ഹാഡ്, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ. അപ്പോ പുറത്ത് പറയാവുന്ന സ്വപ്നമാണ് റംസീന. പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാൻ വെറുതെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ.
I knew that. വെളുപ്പിനാണ് കണ്ടത്. അങ്ങനെയൊന്നുമില്ല, അതല്ല, എന്റെ ഉമ്മച്ചിയുടെ അനിയത്തി മരണപ്പെട്ടിട്ട് ഒരു 6 വർഷത്തോളായി. ആളെ ഞാൻ 2 ദിവസം മുന്നേ സ്വപ്നം കണ്ടു. അതാ. Yes. Okay, very good. Yes. I knew the real benefit of millets. Yes, I knew the real benefit of millets. Very good. നല്ല sentence. We are walked in the busy footpath. Yes. അവിടെ നമുക്ക് ഒരു ചെറിയൊരു എഡിറ്റിംഗ് വേണം. അവിടെ റംസീന ഒരു 6 ചേർത്തു ഇല്ലേ? ആ 6 വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ 6 നമുക്ക് വേണം. ഇനി നമുക്ക് പറയാൻ പോകുന്ന വേറെ ടെൻസ് ഉണ്ട്. അവിടെയാണ് ഇവിടെ വേണ്ടത് വെറുതെ പാസ്റ്റ് ടെൻസ് മതി. അതിന്റെ ഇടയിൽ ഈസോ ആമോ ആറോ ഒന്നും പാടില്ല. വെറുതെ പാസ്റ്റ് ടെൻസ് മതി. അപ്പൊ we worked in the busy street. അങ്ങനെ. Okay. പിന്നെ ഞാൻ എഴുതിയത് മറ്റുള്ളവർ വായിച്ചിട്ടുണ്ട്. I wrote a story last week. Yes, okay. പിന്നെ I went to hospital. Yes. I cooked biryani last Sunday. Yes. എഴുതിയതാ. കഴിഞ്ഞു. പിന്നെ കഥ കേൾക്കാം. ഓക്കെ. പിന്നെ സാറ് പറഞ്ഞ കഥകളൊക്കെ കേട്ടിരുന്നു, പിന്നെ എഴുതിയില്ല. Yes. Oh, very good. Oh, variety. I heard the story told by Job sir. Okay, very good. അതാണ് ലൈവ് പിടിക്കുന്നത്. Okay. Yes. Okay. Very good. Okay. Very good, Ramsina. Vijini. പറഞ്ഞോളൂ വിജിനി. She traveled to Paris last summer. Okay, very good. Then I read a short story yesterday. Okay, അതിനകത്ത് ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്. റീഡ് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് READ തന്നെയാണ് സ്പെല്ലിംഗ്. പറയുമ്പോൾ റെഡ് എന്ന് പറയും. സെയിം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും READ തന്നെയാണ് സ്പെല്ലിംഗ്, പക്ഷെ പറയുമ്പോൾ റെഡ് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ്? റീഡ്, റെഡ്. സ്പെല്ലിംഗ് സെയിം ആണ്. യെസ്. അപ്പൊ ആ പറഞ്ഞ വാചകം കറക്റ്റ് ആണ്. റീഡ് എന്നുള്ളതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? റെഡ് പറയാം. ഓക്കെ. I read a short story yesterday. Okay, very good. We cooked dinner last night. Okay. She sang a beautiful song last week. Oh, very good. She sang a beautiful song last week. Okay, Anna. She went to store yesterday. Very good. Correct. അത്രേ എഴുതിയുള്ളൂ. Okay. എഴുതണ്ട, നിങ്ങൾ പറഞ്ഞിങ്ങനെ പോകുന്നുള്ളൂ. Yes, okay, very good. Okay. Yes, ഇനിയിപ്പോ ഇതിനകത്ത് ആരെങ്കിലും പറയാത്താരും എല്ലാവരും പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ. സനീഷ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ. സനീഷ കുട്ടിയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. I cut my nail yesterday. Yes. Oh, variety ആണ്. I cut my nail yesterday. Very good. I wrote a story last week. I wrote a story. ഇത് ശരിക്കും പറഞ്ഞാണോ അനീഷ, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതാണോ? ഞാൻ എഴുതിയിരുന്നു ഒന്ന്. അശ്വതി മിസ് പറഞ്ഞിട്ട് എഴുതി. Yes, okay. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തത്. My brother returned his workplace last month. Okay. My father washed his scooty last week. Okay. Oh, very good. My father washed his scooty. Very good. My brother-in-law brought samosa day before yesterday. Okay. അവിടെ മടക്കും മധുരസേവ ആയിരുന്നു, ഇവിടെ സമൂസയും. Okay. Then I cooked the fish yesterday night. yes. Okay. I watched a short film yesterday. Yes. Okay. ഇത്രേ ഉള്ളൂ സർ. Very good. Okay. അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ത് കഥയാണ് എഴുതിയത് സനീഷ? ഒരു കുരങ്ങൻകുട്ടിയും അച്ഛനും അമ്മയും, ഒരു വികൃതിയായിട്ടുള്ള കുരങ്ങനാണ്. കഥയൊക്കെ പറയും. കുട്ടികൾക്കുള്ള കഥയാണ് എഴുതിയത്. കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റിൽ എഴുതിയത്. Okay. ഈ കഥക്ക് എന്താ പേരിട്ടത്? തിരിച്ചറിവ്. എന്നിട്ട് ഈ കഥ ഇപ്പൊ അഭിനയിക്കുന്ന കഥ ബുക്കിലെഴുതി. അത് നല്ല വൃത്തിയായിട്ട് DTP മൊബൈലിൽ തന്നെ അറിയാം. DTP എടുത്തിട്ട് ബാലരമക്കോ
ബാലമംഗളത്തിനോ അങ്ങനെ അയച്ചു കൊടുക്ക്. അവർക്ക് പറ്റില്ല അങ്ങനെ അങ്ങനെ അയച്ചു കൊടുക്ക്. ഇങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റില്ല. ചിലപ്പോ ഏറ്റവും മികച്ച ബാലസാഹിത്യകാരിക്കുള്ള 2028 അവാർഡ് സനീഷിന് വീട്ടിലിരിക്കും. അപ്പൊ ഇവരൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പോയിട്ട് എന്താ പറയാ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇരിക്കാം. അങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ വളരെയധികം സാധ്യതകളുള്ളതാണ് കേട്ടോ. അപ്പൊ പേടിക്കേണ്ട, അതൊക്കെ ചെയ്തു കൊടുക്കും കേട്ടോ. നിങ്ങൾ അത് ഞാൻ സനീഷിനോട് മാത്രമല്ല എല്ലാവരോടും പറയണം. ഓക്കെ, ആ കഥയൊന്നും പറഞ്ഞ സനീഷ. ടീം പറഞ്ഞ പോലെ സാർ. ടീം പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഒരു കുട്ടിക്കുരങ്ങൻ ഭയങ്കര വികൃതിയായിരുന്നു. അപ്പൊ ആ കാട്ടിലുള്ള എല്ലാവർക്കും അവനോട് ദേഷ്യവും, അവരെ എല്ലാവരെയും ഉപദ്രവിച്ചിട്ട്. അതുപോലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. അവൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല, എല്ലാവരും ഉപദ്രവിക്കുക, എല്ലാവരും പരാതി പറയുക, അങ്ങനൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും നേരെയാക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുമ്പോഴാണ് അനിയത്തിനെ അവർക്ക് ഓർമ്മ വരിക. അപ്പൊ അനിയത്തിയോട് സങ്കടം പറഞ്ഞിട്ട് എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറയും. അപ്പൊ അനിയത്തി ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നിർത്താന്ന് പറയും, എന്റെ കൂടെ നിർത്താന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അപ്പൊ ആ കാട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികളൊക്കെ, അവിടുത്തെ കുരങ്ങൻ കുട്ടികളൊക്കെ അവരെ അച്ഛനമ്മമാരെ സഹായിച്ച് അതുപോലെ നല്ല സുഹൃത്തുക്കളായിട്ട് നടക്കുന്ന, വികൃതിത്തരങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ ഈ പോയ ആളുടെ പേര് ചന്തു എന്നാണ്. ആ ചന്തുവിനാണെങ്കിൽ കളിക്കാനൊന്നും അറിയില്ല, നേരെ കളിക്കാനൊന്നും അറിയില്ല, വെറുതെ തല്ലു പിടിച്ചിറക്കാനേ അറിയുള്ളൂ. അപ്പൊ അവരോട് തല്ല് പിടിക്കാനാവും പോവുക. അപ്പൊ അവർക്ക് ആർക്കും ഇവരെ ഇഷ്ടാവില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു രീതിയില്ല, അവരെപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ചന്തുവിന് ഭയങ്കര സങ്കടാവും, എന്നെ ആരും കൂടെ കൂട്ടിയില്ല എന്നുള്ള സങ്കടാവും. എന്നിട്ട് ചന്തു ഇങ്ങനെ നോക്കും അവരെന്തൊക്കെയാ കാട്ടണേ, ആ കുട്ടികൾ എന്തൊക്കെയാ കാട്ടണേ. അപ്പൊ അവരവരുടെ അച്ഛനമ്മനെ സഹായിക്കുന്നുണ്ട്, കാട്ടിലുള്ളവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവരെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ. അപ്പൊ ചന്തു പിന്നെ സ്വയം ആലോചിക്കും, ഞാൻ എങ്ങനെയാണെന്ന് ആലോചിക്കും. അപ്പൊ അവൻ സ്വയം തിരിച്ചറിയാണ്, ഞാൻ എന്റെ അമ്മേനെ അച്ഛനെ എപ്പോഴും വിഷമിപ്പിക്കുകയാണ്, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ തിരിച്ചു വരും. തിരിച്ചറിവ് വന്നിട്ട് മാറും, നല്ല കുട്ടിയായിട്ട് മാറും. അവൻ തെറ്റ് ചെയ്തവരോടൊക്കെ ക്ഷമ ചോദിച്ച് അവരെയൊക്കെ സഹായിക്കും. അച്ഛനും അമ്മയ്ക്കും നല്ലത് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ, ഓരോ കാര്യങ്ങളിലൊക്കെ സഹായിച്ച് നല്ല കുട്ടിയായിട്ട് നടക്കും. അപ്പൊ എല്ലാവരുടെയും അവന്റെ മേലുള്ള ഒരു നെഗറ്റീവ് പോയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ട് വരും. അതായത് അവൻ നല്ല കുട്ടിയാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരും. ഒരു തിരിച്ചറിവ് വരിക അവന്. നോക്കി അഭിനന്ദനത്തിന്റെ പ്രവാഹമാണ് വേണ്ടത്. മക്കള് വിജി, ജെനി, സുറുമി, ഓക്കെ. ഉമൈറ, വിനീഷ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ സനീഷ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഞാനിത് സനീഷിനോട് മാത്രമല്ല എല്ലാവരോടും പറയുന്നു, വെറുതിരിക്കുമ്പേ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് എഴുതിയൊക്കെ നോക്ക്. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഓക്കെ വിനീഷ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ, ഞാൻ ഇന്നലെ പറയുന്നത് ഇതിനകത്ത് ഒരു ഇക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സൈഡ് കിട്ടും. നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും ആയിക്കോട്ടെ, കൂട്ടത്തിൽ ഇതൊരു അഡീഷണൽ വരുമാനമാണ്. ഒരു വേൾഡ് ടൂറ് പോകാനായിട്ട് ഒരു പൈസ സമ്പാദിക്കുന്നത് ഇതായിക്കൂടെ. മറ്റ് കിട്ടുന്ന പൈസയൊക്കെ അത് നിങ്ങള് വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എടുത്തോ. ഒരു ഓൾ ഇന്ത്യ ടൂറ് സംഘടിപ്പിക്കാനുള്ള പൈസ ആയിക്കൂടെ. അത് എന്താ പറയുക, നമുക്ക് കാണാത്ത ഒരു അൺസീൻ ഇൻകം ആയിട്ട് അവർക്ക് എടുത്തോട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറാണെന്ന് പറയാണ്. അപ്പൊ നമ്മൾ 12 ടെൻസുകൾ, 2 ടെൻസുകളെ കുറിച്ച് പഠിച്ചു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റ് ഹാബിച്വൽ ആക്ഷൻ, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞ വോയിസ്. ഇനി അടുത്തൊരു ടെൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. Okay, Lini. So, with your permission, close it. I am going to close it. We will meet in the next class. Okay. Bye. See you. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Okay, Vinisha.